അമ്മച്ചി എന്നോട് പറഞ്ഞു തന്നൊരു കാര്യമാണ്, മോനെ നിന്നോട് ആരെങ്കിലും എന്നെ മോനെ നീ എന്നൊക്കെ വിളിക്കുന്നത് അമ്മയായതുകൊണ്ട് പിന്നെ ഞാൻ ക്ഷമിച്ചു പോട്ടെ സ്നേഹത്തോട്. അമ്മയോട് പറഞ്ഞൊരു കാര്യമാണ്, അതായത് ഇപ്പം ഞങ്ങൾ അച്ഛന്മാരൊക്കെ കേൾക്കുന്നല്ല കേട്ടോ, കുഞ്ഞു കാര്യമൊന്നുമല്ല, കുഞ്ഞു കാര്യമാണെന്നാലും പുരോഹിതർക്ക് അതൊരു വലിയ കാര്യമൊന്നും ആയിരിക്കില്ല, ചിലപ്പോൾ നന്നായിട്ട് അത് മനസ്സിലാക്കിയിട്ടുള്ളതുകൊണ്ട് അച്ഛന്മാർക്കൊക്കെ നന്നായിട്ട് അറിയാം. അമ്മയോട് പറഞ്ഞൊരു കാര്യമാണ്, അതായത് ഇപ്പം അച്ഛന്മാരോട് ഒത്തിരി പേര് ആൾക്കാർ പ്രാർത്ഥന നിയോഗങ്ങൾ പറയുമല്ലോ, കുർബാനയ്ക്ക് പോകുമ്പോൾ ഇല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ എൻ്റെ ഈ നിയോഗം ഓർക്കണേ. അമ്മയോട് പറഞ്ഞൊരു കാര്യമാണ്, അതൊരു ദൈവദൂത് പോലെ ഞാനത് ഏറ്റെടുത്തിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ ഏത് ആരാധനക്രമത്തിൽ സുരമലങ്കരയോ മലബാറോ ലാറ്റിൻ ആരാധനക്രമത്തിൽ ബലിയർപ്പിക്കുമ്പോഴും പുരോഹിതൻ വിശുദ്ധ കുർബാന സ്വീകരണത്തിന് മുമ്പ് ആ ഈശോയുടെ ശരീരം മുറിക്കുന്നുണ്ടല്ലേ, മുറിക്കുന്നുണ്ട്. മുറിച്ചിട്ടാണ് അത് പിന്നെ തിരിച്ച് രക്തത്തിൽ മുക്കുന്നു. റോസ്മ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്, നമുക്ക് അതിനെക്കുറിച്ചൊക്കെ അറിയാം. ലത്തീൻ ആരാധനക്രമത്തിലാണെങ്കിൽ എടുത്തുയർത്തി ജീവിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാ ആരാധനക്രമങ്ങളിലും ഈ മുറിക്കുന്നൊരു ശുശ്രൂഷയുണ്ട്. അമ്മയോട് പറഞ്ഞതാണ്, ആ മുറിക്കുന്ന സമയത്ത് എന്നോട് ചിലപ്പോൾ ഒരു 100 പേര് പല നിയോഗങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും, പക്ഷെ നിനക്കറിയാലോ മോനെ, ഒരു പുരോഹിതന നിലയിൽ ഇന്ന് നിന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞവരിൽ ഏറ്റവും സങ്കടമുള്ളവര്, ഏറ്റവും വലിയ വേദന അനുഭവിക്കുന്നവർ, അല്ലെങ്കിൽ നിന്റെ തന്നെ ഒരു പ്രശ്നം ആയിക്കൊള്ളട്ടെ, നിന്റെ ഏറ്റവും വലിയ സങ്കടത്തെ ഈശോയുടെ ശരീരം മുറിക്കുന്ന ശുശ്രൂഷയുടെ സമയത്ത് ഓർക്കാൻ പറഞ്ഞു. പാവൊരമ്മയുടെ തിയോളജിയാണ്. ആ സമയത്ത് അത് മുറിക്കണം. ഈശോയുടെ ശരീരം മുറിയപ്പെടുന്ന സമയം, അങ്ങനെ മുറിക്കാൻ പുരോഹിതനൊരു അനുവാദവും അനുഗ്രഹവും കിട്ടുന്ന ഒരു സമയം. നീ അപ്പം മുറിക്കുന്നത് അപ്പമല്ല, ആ സമയം അപ്പം മുറിക്കുന്ന സമയത്ത് അപ്പൊ തന്നെ ആ പ്രശ്നം മുറിയപ്പെടും. എനിക്ക് പറയാനൊരു 100 കണക്കിന് സാക്ഷ്യമുണ്ട്. അതായത് വിശുദ്ധ കുർബാന മുറിക്കുന്ന, ഈശോയുടെ ശരീരം മുറിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക നിയോഗം പറയുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ.